ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്ന ഈ നല്ല സമയം നമുക്കൊരുമിച്ച് ആ സാന്നിധ്യം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ ഇന്നത്തെ സന്ദേശത്തിലേക്ക്, ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വ്യത്യസ്തമാകുന്നൊരാത്മീയ അന്തരീക്ഷത്തിനകത്താകുന്നു നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. വ്യത്യസ്തമാകുന്നൊരാത്മീയ അന്തരീക്ഷം, വളരെ വ്യത്യസ്തമായ ഈ അന്തരീക്ഷത്തിനകത്ത് നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്താലും നടക്കും. എന്താണ് ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്? എന്താണ് അന്തരീക്ഷം? നമ്മളിങ്ങനെ പറയാറുണ്ട്, ഇന്നത്തെ അന്തരീക്ഷം അത്ര സുഖമായി തോന്നുന്നില്ല, ക്ലൈമറ്റ് അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നില്ല, ക്ലൈമറ്റ് അത്ര പ്ലസൻ്റ് ആയിട്ട് തോന്നുന്നില്ല, ഗ്ലൂമി ആയിരിക്കുന്നു, ക്ലൗഡി ആയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പല രീതിയിൽ സന്ദർഭങ്ങളെ കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കി നമ്മൾ വിലയിരുത്താറുണ്ട്, പരാമർശിക്കാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെയാണ് ഒരു സ്പിരിച്വൽ ക്ലൈമറ്റ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇന്നത്തെ ക്ലൈമറ്റ് നമ്മിലേക്ക് പെയ്യുന്നതാണോ അതോ നമ്മളെ ചോർത്താനുള്ളതാണോ എന്ന്. എന്നാൽ ഞാൻ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുന്നു, ഇന്നത്തെ ക്ലൈമറ്റ് നമ്മുടെ മേൽ പെയ്യുന്നൊരു ക്ലൈമറ്റ് ആയിരിക്കണം. ഇന്നത്തെ ക്ലൈമറ്റ് നമ്മുടെ മേൽ പെയ്യുന്നൊരു ക്ലൈമറ്റ് ആയിരിക്കണം. ആ ക്ലൈമറ്റ്, പെയ്യുന്നൊരു ക്ലൈമറ്റാണ് സ്പിരിച്വൽ ലൈഫിൽ പ്ലസൻറ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. കാരണം പരിശുദ്ധാത്മ മാരി നമ്മുടെ മേൽ വീഴണം. ആ ക്ലൈമറ്റിനകത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ചിലത് നടക്കും. ആ അന്തരീക്ഷത്തിനകത്ത് നമ്മൾ ചിലത് ഡിമാൻഡ് ചെയ്താൽ സംഭവിക്കും. ആ അങ്ങനെ ഒരു അന്തരീക്ഷം ഉള്ളിടം നോക്കിയാണ് ഏഞ്ചൽസ് ഇറങ്ങുന്നത്. അങ്ങനെ ഏഞ്ചൽസ് ഇറങ്ങുന്ന അറ്റ്മോസ്ഫിയർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരുക്കിയിട്ട അറ്റ്മോസ്ഫിയറിനാണ്. ഏഞ്ചൽസ് വന്ന് വാരിക്കൂട്ടി ഒരുക്കി തരുമല്ല. ദൈവത്തെ അറിഞ്ഞ ഒരു മനുഷ്യൻ, ദൈവത്തെ അറിഞ്ഞ ഒരു കൂട്ടം മനുഷ്യർ ആ അന്തരീക്ഷം ഒരുക്കിയിടുമ്പോൾ അതിനകത്തിറങ്ങാൻ അവർ ആഗ്രഹിക്കുന്നു. ആ അന്തരീക്ഷത്തിനകത്തിറങ്ങാൻ ദൂതന്മാർ ആഗ്രഹിക്കുന്നു. അവരിറങ്ങിക്കഴിയുമ്പോൾ പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് പിന്നെ വേറെയാണ്. പിന്നെ വേറൊരു അറ്റ്മോസ്ഫിയർ ആവും, പിന്നെ വേറൊരു ആരാധനയാവും, പിന്നെ വേറൊരു പ്രവൃത്തികളാവും. അതുകൊണ്ട് നിങ്ങളിന്നായിരിക്കുന്നത് അങ്ങനൊരു അന്തരീക്ഷത്തിനകത്താണ്. ആ നിറഞ്ഞ ദൈവസാന്നിധ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത്ഭുതങ്ങൾ കാണാൻ, അതിശയങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ, പുതിയ ജ്ഞാനം പ്രാപിക്കുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ ഒരുമിച്ച് നമുക്ക് ഉത്സാഹിക്കാം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്താണ് ഉയർന്ന അളവിലുള്ള അഭിഷേകം? തീർച്ചയായും ഉയർന്ന അളവിലുള്ള അഭിഷേകം എന്ന് പറയുന്നത് ഒരു 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 ബിഗിനിങ് സ്റ്റേജിൽ നിന്ന് ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ കഴിയാത്ത, നേടാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാധാരണ അവസ്ഥയിൽ നിന്ന് ഏത് നിലവാരത്തിലെ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന, ആത്മമണ്ഡലത്തെ വിവേചിക്കാൻ കഴിയുന്ന, ദൈവാത്മ പ്രവൃത്തികളെ മനസ്സിലാക്കാൻ കഴിയുന്ന, ദൈവത്തിൻ്റെ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന, സാന്നിധ്യം ഏത് ലെവലിൽ നിന്നാലും മനസ്സിലാക്കാൻ കഴിയുന്ന, ദൈവത്തോട് വളരെയേറെ താല്പര്യം വർദ്ധിപ്പിക്കുന്ന ഒരു റാങ്കിങ് ആണ്, അല്ലെങ്കിൽ ഒരു തലമാണ് ഉയർന്ന അളവിലുള്ള അഭിഷേകം എന്നതുകൊണ്ട് ലളിതമായി പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ താഴ്ചയിലുള്ളതിലേക്ക് മാത്രം നാം നോക്കാതെ എപ്പോഴും ഉയർന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ, ഉയർന്ന അളവിലുള്ള ദൈവത്തിൻ്റെ ഹൈ ഫ്രീക്വൻസിയെ അക്വയർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ അച്ചീവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ ട്യൂൺ ചെയ്യാനുള്ള ഒരു മനുഷ്യൻ്റെ കപ്പാസിറ്റിയാണ് ഉയർന്ന അളവിലുള്ള അഭിഷേകം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവം എന്തെങ്കിലും കോഡിൽ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്കത് ഹൈ ഫ്രീക്വൻസിയാണ്. ദൈവം ഉപയോഗിക്കുന്ന വാക്കുകൾ ഹൈ ഫ്രീക്വൻസിയാണ്. ആ ഹൈ ഫ്രീക്വൻസിയെ നമുക്ക് ട്യൂൺ ചെയ്ത് നമ്മുടെ റിസീവറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഉയർന്ന അളവിലുള്ള അഭിഷേകം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ, എന്താണ് ഉയർന്ന അളവിലേക്ക് ഒരു വ്യക്തിക്ക് എത്താൻ കഴിയുന്നതിൻ്റെ മാനദണ്ഡം?
അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉയർന്ന അളവിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് ആത്മീയ ശിക്ഷണത്തിലൂടെ തന്നെയാണ് എത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരാത്മീയ ശിക്ഷണത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ദൈവകാര്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ ഇതൊരു ശിക്ഷണമാണ്. ഇത് ഒരളവിൽ ഇതൊരു ആത്മീയ ശിക്ഷണമാണ്. എന്നാൽ ഇത് മാത്രമല്ല ആത്മീയ ശിക്ഷണം. പല രീതിയിൽ ആത്മീയ ശിക്ഷണങ്ങളുണ്ട്. എന്നാൽ ഒരു വ്യക്തിക്ക് വളരാൻ താല്പര്യമുണ്ടെങ്കിൽ, അവന് ദൈവത്തിനായിട്ട് പ്രയോജനപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനൊരു ആത്മീയ ശിക്ഷണത്തിന് വിധേയപ്പെടണം. അവനൊരു ആത്മസംസ്കാരം ഉണ്ടാകണം. ഒരാത്മസംസ്കാരം ആ വ്യക്തിക്കുണ്ടാകും. ഉയർന്ന അളവിൽ അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാത്മസംസ്കാരം ഉണ്ടാകണം. 3, അവനൊരാത്മീയ വളർച്ചയുണ്ടാകണം. നമ്മളിങ്ങനെയാണ് ചിന്തിച്ച് വെച്ചേക്കുന്നത്, അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോഴാണ് നമ്മൾ വളരുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ വളർച്ചയാണ് നമ്മിലേക്ക് അഭിഷേകം കൊണ്ടുവരുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കും, അഭിഷേകം എൻ്റെ മേൽ വരുമ്പോൾ ഞാൻ വളരും, അഭിഷേകം എൻ്റെ മേൽ വരുമ്പോൾ ഞാൻ ഉയരും, അഭിഷേകം എൻ്റെ മേൽ വരുമ്പോൾ ഞാൻ വ്യത്യസ്തനാകും. നോ, നമ്മൾ വ്യത്യസ്തരാകാൻ തയ്യാറാകുമ്പോഴാണ് അഭിഷേകത്തിൻ്റെ റേഞ്ചുകൾ നമ്മിൽ മാറി മറിയുന്നത്. ചിലർ തുടക്കത്തിൽ പ്രാപിച്ച അഭിഷേകത്തിൽ ഇരിക്കുന്നുവെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അഭിഷേകം നിങ്ങളുടെ മേൽ വരാത്തതല്ല, നാം ഒരു മാറ്റത്തിന് വിധേയപ്പെടാത്തതാണ് കാരണം. നമ്മളൊരു മാറ്റത്തിന് വിധേയപ്പെടാത്തതാണ് കാരണം. അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് നമ്മളെ കാണിക്കുന്നത്. നമ്മൾ വളരുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ കൊച്ച് വളർന്നപ്പോഴാണോ ഞാൻ അവന് സൈക്കിൾ മേടിച്ചു കൊടുത്തത്, വളരാൻ വേണ്ടിയാണോ ഞാൻ അവന് സൈക്കിൾ മേടിച്ചു കൊടുത്തത്? എൻ്റെ കൊച്ച് വളർന്നപ്പോഴാണ് ഞാൻ സൈക്കിൾ മേടിച്ചു കൊടുത്തത്, അല്ലേ? അപ്പോൾ ഞാൻ സൈക്കിൾ മേടിച്ച് കൊടുത്തത് അവൻ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ ഞാൻ അവന് സൈക്കിൾ മേടിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അവനത് ഞാൻ മേടിച്ചു കൊടുക്കുന്ന സാധനം അവൻ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഒരപ്പനായ എനിക്ക് ബോധ്യം വന്നപ്പോഴാണ് ഞാൻ എൻ്റെ കൊച്ചിന് സൈക്കിൾ മേടിച്ചു കൊടുത്തത്. അതുപോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും കർത്താവ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവൻ്റെ മേൽ ചിലത് ഏൽപ്പിച്ചാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ആരും ചിക്കൻ്റെ ഒരു ലെഗ് കൊണ്ട് തന്നാൽ നമ്മൾ ആരും അതുകൊണ്ട് പല്ല് കുത്താറില്ല. ചിക്കൻ്റെ ലെഗ് നമുക്ക് കഴിക്കാനുള്ളതാണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ചെന്നിരിക്കുന്ന സമയത്ത് സപ്ലയർ ചിക്കൻ്റെ കാല് കൊണ്ട് വിളമ്പാറുണ്ടോ? നമ്മളൊരു കല്യാണത്തിന് പോയിരിക്കും, ചിക്കൻ്റെ കാല് കൊണ്ട് വിളമ്പാറുണ്ടോ? ഇല്ല. ആ കൊച്ചത് അതിനെ എടുത്ത് കൈ കൊണ്ട് എടുത്തെന്നിരിക്കും. പക്ഷെ അതിനെ കഴിക്കണമെന്ന് അറിയത്തില്ല. ഒരിക്കൽ വായി വെക്കും, പിന്നെ ഒരിക്കൽ കണ്ണി വെക്കും, പിന്നെ ഒരിക്കൽ മൂക്കി വെക്കും, പിന്നെ ഒരിക്കൽ തലയിൽ കുത്തും, പലതും ചെയ്യും. എന്നാൽ വളർന്നൊരു വ്യക്തി അതിനെ കഴിക്കും. അതുപോലെയാണ് നമ്മുടെ അഭിഷേകത്തിൻ്റെ കാര്യവും. അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ വളരും. അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ വളരും. പക്ഷേ വളരാൻ വേണ്ടിയല്ല അഭിഷേകം വ്യത്യസ്ത തരത്തിലുള്ള അഭിഷേകം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനോയിൻറ്റിങ് നമ്മുടെ മേൽ വളരെ വൻ കാര്യങ്ങൾ ചെയ്യുന്ന ചില അഭിഷേകം പിതാവ് നമ്മുടെ മേൽ പകരുന്നത് നാം വളർന്നു എന്ന് സ്വർഗത്തിന് തോന്നുമ്പോഴാണ്. അങ്ങനെ ഉയർച്ചയിലെത്തിയ ആരെങ്കിലും ബൈബിളിലുണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കി മനസ്സിലാക്കി പഠിക്കുന്നതാണ് അതിൻ്റെ ശരി. അതുകൊണ്ട് ഞാൻ ഒരു വ്യക്തിയുടെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അത് മോശയാണ്. മോശയുടെ വ്യത്യസ്തമാകുന്ന രീതികൾ നമുക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉയർന്ന അളവിലുള്ള ഒരു അഭിഷേകത്തിലേക്ക് ഒരു വ്യക്തിക്ക് എത്താൻ മിനിമം എന്ത് ക്വാളിറ്റി വേണമെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ മോശയെയും ദാവീദിനെയും ഒക്കെ വെറുതെ ചിന്തിച്ചും പറഞ്ഞും നമ്മൾ വിടുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ചില സിംറ്റംസ്, ചില സൈൻസ് നമ്മൾ എടുക്കുന്നത്, ചില സൈനുകൾ നമ്മൾ എടുക്കുന്നത് വളരെ നല്ലതാണ്. പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായം അതിൻ്റെ 27 മുതൽ താഴേക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായം അതിൻ്റെ 27 മുതൽ നമുക്ക് താഴേക്ക് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക. ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോടും നിയമം ചെയ്തിരിക്കുന്നു എന്നരുളി ചെയ്തു. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെ ആയിരുന്നു. മനസ്സിലാക്കണം, 40 ദിവസം സീനായി എന്ന് പറയുന്ന മലയിൽ ദൈവവും മോശയുമായി സംസാരത്തിലേർപ്പെട്ടപ്പോൾ, മോശയ്ക്ക് ദൈവത്തോടു കൂടെ ഇരുന്ന ദിവസങ്ങളിൽ
സമയം എങ്ങനെ പോകും എന്ന് ചിന്തിച്ചില്ല. തനിക്ക് വിശന്നത് താൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ വിശന്നില്ല. തനിക്ക് ദാഹിച്ചത് താൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ തനിക്ക് ദാഹിച്ചില്ല. 40 ദിവസവും ദൈവത്തോടു കൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ വസിച്ച മോശയുടെ അനുഭവം എന്ന് പറയുന്നത് ഒരു ഉയർന്ന ആത്മീയ അളവിനെയാണ് കാണിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ചില വ്യക്തികളുടെ പ്രസംഗത്തിനകത്ത് നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അവർ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ 2-3 ദിവസങ്ങൾ, ചിലപ്പോൾ അതിനധികം ദിവസങ്ങളും അവർ പ്രയറിനകത്തായിരിക്കും. തിരിച്ചിറങ്ങി വരുമ്പോഴാണ് അവർ കയറിയിട്ട് 3 ദിവസവും 4 ദിവസവും 8 ദിവസവും ഒക്കെ ആയത് അവരറിയുന്നത്. പക്ഷേ അവർ ഇറങ്ങി വരുമ്പോൾ കയറിപ്പോയവനല്ല പിന്നെ ഇറങ്ങി വരുമ്പോൾ പിന്നെ കാണുന്നത്. അന്ന് വരെ പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യപ്പെട്ട ലെവലിലല്ല പിന്നെ 7-8 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വന്ന് പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ നടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലല്ല, പുറത്താണ്. ആ നിലയിലുള്ള അഭിഷേകം ദൈവം അനേക കർത്തൃദാസന്മാർക്ക് ഈ നാളുകളിൽ പകർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ തന്നെ, ഇന്ത്യൻ പാസ്റ്റേഴ്സിൽ തന്നെ, ഇന്ത്യൻ ശുശ്രൂഷകരിൽ തന്നെ അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഉയർന്ന അളവിലുള്ള അഭിഷേകത്തെ കൈമാറുവാൻ, ഉയർന്ന അളവിലുള്ള പ്രാർത്ഥനയുടെ അഭിഷേകത്തെ കൈമാറുവാൻ, ഉയർന്ന അളവിലുള്ള ഒരു ഹൈ ഫ്രീക്വൻസിയിൽ, ഒരു ഹൈ റേഞ്ചിൽ നിന്നുകൊണ്ട് ദൈവവുമായി സംവദിക്കുവാനുള്ളൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് പകർന്നിരിക്കും. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വായിച്ചൊരു വാക്കിനകത്തു നിന്ന് ഞാൻ പ്രവചിക്കുന്നു, 40 രാവും 40 പകലും. ഒരു 40 മിനിറ്റ് മര്യാദയ്ക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം 40 മിനിറ്റിനിടയിൽ 20 മിനിറ്റെങ്കിലും പല പ്രാവശ്യം മൈൻഡിനെ കൺവേർട്ട് ചെയ്ത് മാനുഷികമാകുന്ന ചിന്തകളും സാധാരണീയമാകുന്ന ഇടപെടലുകളും നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും വികാരങ്ങളെയും പല ധ്രുവങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ മോശയെക്കുറിച്ച് കേൾക്കുന്നത്. 40 രാവും 40 പകലും, അല്പം പോലും ചികഞ്ഞ് മാറ്റിവെക്കാനില്ലാത്ത പൂർണ്ണതയുള്ള സമയം. 40 രാവും 40 പകലും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ആ നിലവാരത്തിൽ ദൈവത്തോട് കയറി ഇരുന്നിട്ട് ഇറങ്ങി വരാൻ മറന്നു പോകത്തക്ക നിലയിൽ പ്രാർത്ഥിക്കാൻ കയറിയിട്ട് റൂമിനകത്തുനിന്ന് ഇറങ്ങാൻ മടിക്കുന്ന നിലയിൽ ആത്മാവിന്റെ കവറിനകത്ത് പ്രാർത്ഥിക്കുന്നവർ, ആ തരത്തിലുള്ളൊരു ഉയർന്ന അഭിഷേകം ഇന്നത്തെ ഈ മീറ്റിംഗിലൂടെ പ്രാർത്ഥനയെ മടിപ്പിച്ചിട്ടിരിക്കുന്ന, പ്രാർത്ഥനയെ കെട്ടിക്കിട്ടിരിക്കുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വിലക്കിയിട്ടിരിക്കുന്ന വിലക്കിന്റെ മേൽ ആ അഭിഷേകം വീണ ബന്ധനം പൊട്ടട്ടെ. 40 രാവും 40 പകലും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇന്ത്യൻ പാസ്റ്റേഴ്സിന്റെ മേൽ അത്തരത്തിലുള്ള അഭിഷേകം പരിശുദ്ധാത്മാവ് പകരട്ടെ. 40 രാവും 40 പകലും ദൈവ സന്നിധിയിൽ ഇരുന്നാലും മതിവരാത്ത നിലയിലുള്ള ഒരു ഉയർന്ന അളവിലെ അഭിഷേകം ദൈവം പകരട്ടെ. അതോരോ പാസ്റ്റേഴ്സിന്റെ മേലും അത് വീഴണം. കാരണം അങ്ങനെ കയറി ഇരുന്നിട്ട് ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ സംഭവിക്കുന്ന മിറാക്കിൾ ഭയങ്കര വലുതാണ്. അങ്ങനെ ഇരുന്നിട്ട് ഇറങ്ങി ജനത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം വേറെ റേഞ്ചാണ്. അല്ലേ? തിരുവെഴുത്ത് എന്താ പറയുന്നത്? അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും, ചുരുക്കി പറഞ്ഞാൽ വാഷ്റൂമിൽ പോണമെന്ന് പോലും തോന്നാത്ത നിലയിൽ, അയ്യോ റെസ്റ്റ് റൂമിൽ പോണ്ടേന്ന് പോലും തോന്നാത്ത നിലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം മോശയെ ലോക്ക് ചെയ്തു. ദൈവത്തിന്റെ സാന്നിധ്യം ഒരുത്തന്റെ സ്റ്റൊമക്കിനെ ലോക്ക് ചെയ്താൽ അവൻ ഫാസ്റ്റിംഗിലായിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം ഒരു മനുഷ്യന്റെ മൈൻഡിനെ ലോക്ക് ചെയ്താൽ പിന്നെ അവൻ ദൈവത്തിന്റെ ചാനലിൽ കൂടെ മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. ദൈവത്തിന്റെ സാന്നിധ്യം ഒരു മനുഷ്യനെ കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്ത, നാവിനെ ലോക്ക് ചെയ്ത, പിന്നെ അവന് ദാഹം ഉണ്ടാകത്തില്ല. പിന്നെ അവന് ദിനചര്യ ചെയ്യണ്ട, പിന്നെ അവന് ജ്യൂസ് കുടിക്കണ്ട, പിന്നെ അവന് BP-യുടെ മെഡിസിൻ എടുക്കണ്ട, ഇൻസുലിൻ എടുക്കണ്ട, അവനൊന്നും എടുക്കണ്ട. അവനെ ദൈവ സാന്നിധ്യം ലോക്ക് ചെയ്തു. ഇന്ന് ദൈവ സാന്നിധ്യത്തിൽ ലോക്കാകാത്തതാണ് പല പ്രശ്നത്തിൻ്റെയും കാരണം. നമ്മള് സാത്താന്റെ പൂട്ടിനകത്ത് പൂട്ടപ്പെടുന്നുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തിനകത്ത് നമ്മൾ ലോക്ക്ഡ് അല്ലാത്തത് കൊണ്ടാണ്.
ഞാൻ ഇങ്ങനെയും കൂടെ പറയാം, മോശയുടെ മേൽ ഒരഭിഷേകം ഇല്ലാതെ, ശ്രദ്ധിച്ച് കേൾക്കണം, മോശയുടെ മേൽ ഒരഭിഷേകം ഇല്ലാതെ ഈ മോശയ്ക്ക് സീനായി മലയിൽ കയറാൻ തോന്നുവോ? 1. കയറിയിട്ട് ഇരിക്കാൻ തോന്നുവോ? 2. 3. ഇരുന്നിട്ട് തുടരാൻ തോന്നുവോ? 4. തുടർന്നാൽ പിന്നെ മറ്റെന്തെങ്കിലും ആശ 4ാമത് വരും, എത്രയും പെട്ടെന്ന് മല ഇറങ്ങിയാൽ മതിയെന്ന. ചുരുക്കി പറഞ്ഞാൽ 1/2 മണിക്കൂറിനകത്ത് മെസ്സേജ് തീർന്ന് ആശീർവാദം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പണിക്ക് പോയാൽ മതി എന്ന് തോന്നുന്നത് പോലെ ഇറങ്ങി വന്നാൽ മതി എന്നുള്ള ചിന്ത വരും. പക്ഷേ ഒന്നും ഒരു ചിന്തയും അലട്ടാതെ പകലും രാത്രിയും കടന്നു പോകുന്നത് പോലും മൈൻഡ് ചെയ്യാതെ ദൈവവുമായി തന്നെ പല റിലത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന മോശ എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടിന്യൂ ചെയ്യാൻ 40 രാവും 40 പകലും കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചത് അല്ലെങ്കിൽ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മലയെ കവർ ചെയ്ത സാന്നിധ്യം മോശ എന്ന് പറയുന്ന മനുഷ്യനെ ലോക്ക്ഡാക്കിയത് കൊണ്ടാണ്. ദൈവം നിന്നെ ലോക്ക് ചെയ്താൽ പിന്നെ അതിൻ്റെ മേൽ മറ്റൊരു ലോക്ക് കൊണ്ടുവെക്കാൻ സാത്താനും ലോകത്തിനും കഴിയത്തില്ല. ദൈവം നിന്നെ സാന്നിധ്യത്തിനകത്ത് അറസ്റ്റ് ചെയ്താൽ പിന്നെ നിന്നെ ഒരു പ്രിസൻ്റെ അകത്തും അറസ്റ്റ് ചെയ്യാൻ മനുഷ്യനോ സാത്താനോ കഴിയത്തില്ല. സോ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ദൈവ സാന്നിധ്യത്തിനകത്ത് നിങ്ങൾ ലോക്ക്ഡ് ആകണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് ഒരു വ്യക്തി ലോക്ക്ഡ് ആയിക്കഴിഞ്ഞാൽ അതാണ് സ്വാതന്ത്ര്യമുള്ള ബന്ധനം. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധനം അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിലും ഞങ്ങൾക്കിതൊന്നും ബന്ധനമേ അല്ല. ബന്ധന കാരണമായ സുവിശേഷം എന്ന് പറയുന്ന പൗലോസ് പറയുന്നു, ഇതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷം. ഇന്ന് ദൈവ സാന്നിധ്യത്തിനകത്ത് ലോക്കാകാൻ ഈ പ്രാരംഭ സമയം പ്രാർത്ഥിച്ചോ, കർത്താവ് നിങ്ങളെ അത് ചെയ്യാൻ പോവുകയാണ്. താഴേക്ക് വായിക്കുന്നു, അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശെ സാക്ഷ്യത്തിൻ്റെ പലക 2 കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. 34 അധ്യായത്തിൽ 28 വാക്യത്തിൽ പറയുന്നു, മോശ 40 രാവും 40 പകലും ദൈവത്തോടു കൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന മനുഷ്യനായ മോശെ താൻ പോലും അറിയാതെ തന്നെ അണിയിച്ച ഒരു തേജസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പുതപ്പിനെ കുറിച്ച് അറിയാതെയാണ് ഇറങ്ങി വന്നത്. എന്താണെന്നറിയാമോ? മുഖത്തിൻ്റെ ത്വക്ക് തേജസ് കൊണ്ട് പ്രകാശിച്ചത് പ്രാപിച്ച മോശ അറിഞ്ഞില്ല. ഞാൻ ഇന്ന് ദൈവാത്മാവിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ മീറ്റിങ്ങിനകത്തുകൂടെയൊക്കെ പ്രാപിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. നിങ്ങൾ ഈ സന്ദേശങ്ങൾക്കകത്തുകൂടെയൊക്കെ നിങ്ങൾ ആമേൻ പറയുമ്പോൾ നിങ്ങളുടെ ത്വക്കിലേക്കും നിങ്ങളുടെ പേശികളിലേക്കും നിങ്ങളുടെ അസ്ഥികളിലേക്കും നിങ്ങളുടെ അവയവങ്ങളിലേക്കൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ഡിവൈൻ എനർജി ഉണ്ട്. പലർക്കും അത് തിരിച്ചറിയത്തില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ കൈക്കൊള്ളുന്ന ഈ ഡിവൈൻ എനർജി നാളത്തെ സാക്ഷ്യങ്ങളാണ്. 40 ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കൈക്കൊണ്ട ഡിവൈൻ എനർജി മോശ എന്ന് പറയുന്ന മനുഷ്യനെ ബൂസ്റ്റപ്പ് ചെയ്തത് ആ മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിലും പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് അഹരോനെയും ജനത്തെയും റെപ്രസെൻ്റ് ചെയ്ത സമയം അത് അവർ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾക്ക് നിന്റെ മുഖത്തിൻ്റെ തേജസ് കൊണ്ട്, യാഹുവയുടെ തേജസ് കൊണ്ട് നിന്റെ മുഖം തിളങ്ങി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്തതുപോലൊരു റേഡിയൻസ് നിന്നിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. ഇന്ന് ചില വിഷയങ്ങൾക്കൊക്കെ വേണ്ടി ദൈവസന്നിധിയിൽ കയറിയിരിക്കുന്ന നിങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ആ തേജസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ചിലതിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നിങ്ങളുടെ മേൽ ദൈവം പകർന്ന ശക്തി കൊണ്ട് ചില കേസുകൾ മൂടാൻ പോകുകയാണ്, ചില വിഷയങ്ങൾ പൊട്ടാൻ പോകുകയാണ്, ചിലതിൻ്റെ മറുപടികൾ റിവീലാകാൻ പോവുകയാണ്. മോശ കൊണ്ടുവന്ന കൽപ്പനയല്ല മോശയെ മാനിപ്പിച്ചത്. മോശ ചുമന്നുകൊണ്ടുവന്ന ദൈവസാന്നിധ്യമാണ് മോശയെ ജനത്തിൻ്റെ മുമ്പിൽ വ്യത്യസ്തനാക്കി മാറ്റിയത്. ജനം അക്സെപ്റ്റ് ചെയ്യാൻ കാര്യം എന്താണെന്നറിയാമോ? ദൈവവുമായിട്ട് ഭയങ്കര ഡയറക്റ്റ്ലി ബന്ധമുള്ളൊരു മനുഷ്യനല്ലേ മോശ, ഭാഗ്യവാന. നോ 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 നോ. മോശയുടെ കയ്യിൽ കൽപ്പലക ഇരുന്നത് കൊണ്ടോ പലകയിൽ എഴുതിയ എഴുത്തുകൊണ്ടോ ഇതൊന്നും അല്ല മോശയെ
അക്സെപ്റ്റ് ചെയ്യാൻ ഇടയാക്കി. ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. എന്തിനാ നിങ്ങൾ ഉയർന്ന അളവിലുള്ള അഭിഷേകം പ്രാപിക്കണമെന്ന് പറയുന്നതെന്നറിയാമോ? മോശയെ അഹരോൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ വ്യത്യസ്തമായൊരു അക്സെപ്റ്റൻസ് മോശയ്ക്ക് കിട്ടിയത്. ശ്രദ്ധിക്കുക. ഇത് ചിലരോടുള്ള ദൂത. വ്യത്യസ്തമായൊരു അക്സെപ്റ്റൻസ് മോശയ്ക്ക് കിട്ടിയത് എങ്ങനെയാണ്? നിങ്ങളിലേക്ക് വരാം. വ്യത്യസ്തമായൊരു അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? വ്യത്യസ്തമായ ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? വ്യത്യസ്തമായ ഒരഭിഷേകം നിങ്ങൾക്കുണ്ടാകുന്നത് എങ്ങനെയാണ്? വ്യത്യസ്തമാകുന്ന ഒരു സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ടാകുന്നത് എങ്ങനെയാണ്? വ്യത്യസ്തമാകുന്ന ഒരു ശക്തി നിങ്ങൾക്കുണ്ടാകുന്നത് എങ്ങനെയാണ്? മോശയ്ക്ക് എങ്ങനെ ഉണ്ടായോ അങ്ങനെ. മീൻസ് വ്യത്യസ്തമായ ഒരു അംഗീകാരമാണ് മോശ ഇപ്പോൾ സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജനത്തിൽ നിന്നും അഹരോനിൽ നിന്നും മോശയ്ക്ക് ലഭിക്കുന്ന വ്യത്യസ്തമായ ഒരു അക്സെപ്റ്റൻസ്. ഇതിനു മുന്നേയും മോശ ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ട്, ആലോചനകൾ ഇസ്രായേൽ ജനത്തിന് കൈമാറിയിട്ടുണ്ട്. സീനായി പർവ്വതത്തിൻ്റെ കീഴിലെത്തുന്നത് വരെയും ദൈവിക അരുളപ്പാടുകൾ ദൈവം പറയുന്നു എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. ഇതുവരെ ഇല്ലാത്ത ഒരു അക്സെപ്റ്റൻസ് ലഭിക്കണമെങ്കിൽ എന്തോ സ്പെഷ്യലായി മോശയുടെ ലൈഫിൽ റിവീലായി, ഓപ്പണായി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയുകയാണ്, ഇതുവരെ ഇല്ലാത്ത ഒരു മാനം, വ്യത്യസ്തമായ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോൾ മുതൽ ഉണ്ടായി തുടങ്ങും. ഇതുവരെ ഇല്ലാത്ത ഒരു അക്സെപ്റ്റൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങും. ഇതുവരെ ഇല്ലാത്ത ഒരു ബഹുമാനം, വ്യത്യസ്തമായ ഒരു അഭിഷേകം ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടായി തുടങ്ങും. ഇതുവരെ ഇല്ലാത്ത ഒരു ചൈതന്യം നിങ്ങളുടെ പ്രെയർ ലൈഫിൽ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ ഒരു അഭിഷേകം പകർന്നാൽ ഉണ്ടായി തുടങ്ങും. ഇതുവരെ ഇല്ലാത്തൊരു നോളജ്, ഇതുവരെ ഇല്ലാത്തൊരു വിസ്ഡം, ഇതുവരെ ഇല്ലാത്തൊരു ടങ്സ്, ഇതുവരെ ഇല്ലാത്തൊരു റെവലേഷൻ, ഇതുവരെ ഇല്ലാത്തൊരു കോൺഫിഡൻസ്, ഇതുവരെ ഇല്ലാത്തൊരു കറേജ് നിങ്ങൾക്കുണ്ടായി തുടങ്ങും. യേശുവിൻ്റെ നാമത്തിൽ എന്നെ ബഹുമാനിക്കാമോ എന്ന് ചോദിക്കുമ്പോഴല്ല ഒരുവൻ നിന്നെ ബഹുമാനിക്കുന്നത്. എന്നെ ഒന്ന് കൈക്കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോഴല്ല ഒരുവൻ നിന്നെ കൈക്കൊള്ളുന്നത്. എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോഴല്ല ഒരുവൻ നിന്നെ സഹായിക്കേണ്ടത്. വ്യത്യസ്തമായ ഒരു അഭിഷേകം, ദൈവത്തിന്റെ വ്യത്യസ്തമായ ഒരു അഭിഷേകം, ദൈവത്തിന്റെ വ്യത്യസ്തമായ ഒരു കൈമാറ്റം, കർത്താവിൽ നിന്നുള്ള വ്യത്യസ്തമായ കൈമാറ്റം, ഒരു വ്യത്യസ്തനാക്കുന്ന ഒരു കൈമാറ്റം നിന്റെ മേൽ വെളിപ്പെടുമ്പോ നിന്നെ ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാത്തവർ അക്സെപ്റ്റ് ചെയ്തിരിക്കും. ഇതുവരെ ബഹുമാനിക്കാത്തവർ ബഹുമാനിച്ചിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്തിരിക്കും. കാരണം അവർ മനസ്സിലാക്കും എന്തോ വ്യത്യസ്തമായ ഒന്ന് ഇവന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നു. In the name of Jesus. വ്യത്യസ്തമായതൊന്ന്, വ്യത്യസ്തമായതൊന്ന്, വ്യത്യസ്തമായതൊന്ന്. മോശയുടെ വ്യത്യസ്തമാകുന്ന ഒരു എൻകൗണ്ടർ ആയിരുന്നു ആ സീനായി. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സീനായി ദൈവം വെക്കും. ശ്രദ്ധിക്കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. എന്റെയും നിങ്ങളുടെയൊക്കെ മുമ്പിൽ സീനായി പർവ്വതം ദൈവം വെക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഗ്ലോറി പ്രാപിക്കണം, അഭിഷേകം പ്രാപിക്കണം, ദൂത് പറയണം, പ്രവചിക്കണം, ഭാവി അറിയണം, ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹം തന്നെ. പക്ഷേ എൻ്റെ ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സീനായി എന്ന് പറയുന്നത് ഒരു പർവ്വതമാണ്. പർവ്വതം കേറാൻ മോശ എന്ന് പറയുന്ന മനുഷ്യൻ മുട്ടുവേദനയാണെന്നോ സ്പൈൻ ഇഞ്ചുറി ആണെന്നോ എന്നെ മസിൽ പിടിച്ചിരിക്കുവാണെന്നോ ജലദോഷമാണെന്നോ തുമ്മലാണെന്നോ പനിയാണെന്നോ വയറുവേദനയാണെന്നോ എക്സ്ക്യൂസ് പറഞ്ഞു എന്നുണ്ടെങ്കിൽ തീർന്നില്ല. ദൈവം ടൈം കൊടുത്തു. ദൈവം ടൈം കൊടുത്തു. നീ എപ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ പ്രസന്റ് ആകണം. നീ എപ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ പ്രസന്റ്. എൻ്റെ സമയക്കുറവുകൊണ്ടാട്ടോ ഞാൻ റെഫറൻസ് എടുത്ത് വായിക്കാത്തത്. നിങ്ങൾ ഈ അധ്യായം വായിച്ചാൽ മനസ്സിലാവും. ദൈവം സമയം കൊടുത്തു. ഇനി വരുന്നതിന് മുൻപേ എങ്ങനെ ആയിരിക്കണമെന്നുള്ള കൽപ്പനകൾ ദൈവം കൊടുത്തു. ഒരഭിഷേകം നമ്മൾ പോയി വെറുതെ ഒരു ഒരുക്കവും ഇല്ലാതെ നിൽക്കുമ്പോൾ കിട്ടുന്ന സാധനമല്ല. നിങ്ങൾ ആ റെഫറൻസ് വായിക്കും. നിങ്ങൾ അധ്യായം വായിച്ചു നോക്കുമ്പോൾ 33, 32, 33, 34 ഒക്കെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സീനായി പർവ്വതത്തിൻ്റെ മുകളിൽ വരാൻ പറഞ്ഞ മോശയോട് ദൈവം എന്തൊക്കെ നിബന്ധനകൾ വെച്ചിട്ടാണ് പറഞ്ഞതെന്ന്.
പൂർണ്ണ വൃത്തിയോടും ശുദ്ധിയോടും കൂടെ തന്നെ നീ ദൈവത്തിൻ്റെ സന്നിധി പർവ്വതമാകുന്ന നീ സീനായി പർവ്വതത്തിൻ്റെ മുകളിൽ നീ കടന്നു വരണമെന്ന് ദൈവം പറഞ്ഞത് നീ കൊച്ചുവെളുപ്പാൻ കാലത്തെ എഴുന്നേറ്റ് ഒരു ഒരുക്കവും ഇല്ലാതെ കയറി വരാനല്ല. ഇത് ഒരു ഒരുക്കത്തെ കാണിക്കുന്നു. അഭിഷേകം ഒരു മനുഷ്യൻ റിസീവ് ചെയ്തതിൻ്റെ പിന്നിലെ ഒരുക്കത്തെയാണിത് കാണിക്കുന്നത്. ആരെങ്കിലും തലയിൽ കൈവച്ചാൽ നമ്മൾ പമ്പരം കറങ്ങുന്ന പോലെയൊക്കെ കറങ്ങിയെന്നിരിക്കും. പക്ഷേ നമ്മളിൽ അത് നിലനിൽക്കണമെങ്കിൽ നമുക്കൊരു ഒരുക്കം വേണം. ആരെങ്കിലുമൊക്കെ നമ്മുടെ തലയെ കൈവച്ചിട്ട് ഞാൻ നിന്റെ മേലത് പകർന്നെന്നിരിക്കും. പക്ഷെ അത് നിന്നിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്നിലൊരു ഒരുക്കം വേണം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളാണത് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് ക്യാരി ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ ഒരു ക്രമമുണ്ടാകണം. അപ്പം മോശ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് വല്ലവിധനെ തലയും ചൊറിഞ്ഞ് പിറുപിറുത്ത് കൊച്ചുവെളുപ്പാൻ കാലത്തെ കൊണ്ട് മീറ്റിംഗ് വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞല്ല, ഈ സമയം ഞങ്ങൾക്ക് പറ്റാത്ത സമയമാണ്, എങ്ങനല്ല. ദൈവം ടൈം ഇട്ടു, ആ ടൈമിൽ മോശ അവിടെ അറ്റൻഡായി. കാരണം എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നേ പറഞ്ഞുള്ളൂ. എനിക്ക് തേജസ് പകരുമെന്ന് പറഞ്ഞില്ല, നിന്റെ ത്വക്ക് മിനുസപ്പെടുമെന്ന് പറഞ്ഞില്ല, നീ പർവ്വതത്തിൻ്റെ താഴെ ഇറങ്ങുമ്പോൾ നിനക്കൊരു വ്യത്യസ്തമായ അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് പറഞ്ഞില്ല, ജനം നിന്നെ വേറെ ലെവലിൽ കാണാൻ തുടങ്ങും മോശയെന്ന് ഒന്നും പറഞ്ഞില്ല. കുഞ്ഞൊന്ന് ശ്രദ്ധിക്കുക, ചില കാര്യങ്ങളൊക്കെ അങ്ങനെ കർത്താവ് ഒരൊറ്റ വാക്കിൽ നിർത്തും, പക്ഷെ ഒറ്റ വാക്കിൻ്റെ അകത്ത് ഭയങ്കര ഡെപ്ത് ഉണ്ടാവും. മോശ എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയും സാക്രിഫൈസ് ചെയ്ത് അനുസരണം കാണിച്ച് സീനായി പർവ്വതത്തിൻ്റെ മുകളിൽ കയറിപ്പോയതിൻ്റെ ബെനിഫിറ്റ് ആ മനുഷ്യൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത നിലയിലാണ് ദൈവം നൽകിയത്. 10 കൽപ്പനയൊക്കെ ഈ ജനത്തിന് വേണ്ട കൽപ്പനയൊക്കെ കൊടുത്തെങ്കിലും വ്യക്തിപരമായി മോശയുടെ മേലൊരു പകർച്ച നടന്ന ഒരു സീസണായിരുന്നു അത്. ഞാൻ ആത്മാവിൽ പറയണം, ഈ ദിവസങ്ങളിൽ നിങ്ങളെ അധികം ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് കണക്ട് ചെയ്യുന്ന മെസ്സേജുകളിൽ കൊണ്ടു നിർത്തുകയാണെങ്കിൽ, ഈ ദിവസങ്ങളിൽ അധികം ദൈവം നിങ്ങളെ പ്രാർത്ഥനയിൽ പിടിച്ചിരുത്തുകയാണെങ്കിൽ, ഈ ദിവസം നിങ്ങൾക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും എട്ടും പൊട്ടും തിരിയാത്തൊരവസ്ഥയിൽ ഒരു പിടുത്തം കിട്ടാത്ത ഒരു സീസണിലാണ് നിങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നു, നിങ്ങൾ പാടുന്നു, പക്ഷേ നിങ്ങൾക്ക് ഇതെന്തിനു വേണ്ടി ദൈവം ഇങ്ങനെ എന്നെ നിർബന്ധിക്കുന്നു, വീണ്ടും 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 പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നു, വീണ്ടും 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 ഇരിക്കാൻ നിർബന്ധിക്കുന്നു, വീണ്ടും വീണ്ടും ഫാസ്റ്റ് ചെയ്യാൻ ഉള്ളിലൊരു പ്രേരണ തരുന്നു എന്ന് ചോദിച്ചാൽ, മോശെ നിനക്ക് 1-ാം ദിവസം പിടികിട്ടത്തില്ല, 2-ാം ദിവസം പിടികിട്ടത്തില്ല, 10-ാം ദിവസം പിടികിട്ടത്തില്ല, പക്ഷേ 40-ാമത്തെ ദിവസമായിട്ട് പോലും മോശയ്ക്ക് പിടികിട്ടിയില്ല എന്നുള്ളതാണ് മഹാസത്യം. 40 ദിവസവും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പലകയും ദൈവം പറഞ്ഞ് എഴുതിയ കൽപ്പനയും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അറിവിലുള്ളത്. പക്ഷേ അദ്ദേഹത്തിൽ സംഭവിച്ച ഒരു മാറ്റം മറ്റുള്ളവർ അഡ്രസ്സ് ചെയ്തപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത്. ഇത്ര പ്രഭയുള്ള ഒരു ഗ്ലോറി ഞാൻ ദൈവ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ മേൽ ചൊരിയാൻ തക്കവണ്ണം ദൈവം എന്നെ പാത്രമാക്കിയതിൻ്റെ പിന്നിലെ മഹനീയ രഹസ്യം എന്തെന്ന് അദ്ദേഹം പിന്നത്തേതിൽ മനസ്സിലാക്കിയത് അസാധാരണമായ ശുശ്രൂഷകൾ വെളിപ്പെട്ടപ്പോഴാണ്, അസാധാരണമാകുന്ന അനുവാദങ്ങൾ തനിക്ക് വെളിപ്പെട്ടപ്പോഴാണ്, അസാധാരണമായ ഒരു അക്സെപ്റ്റൻസ് തനിക്ക് സ്വർഗത്തിലേക്ക് ലഭിച്ചപ്പോഴാണ്. ചുരുക്കി പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസ് പോലും ഇന്നും അറിയത്തില്ല അതെങ്ങനെ നടന്നു എന്ന്. പക്ഷെ ദൈവം മറവ് ചെയ്തു എന്ന് മാത്രം നമ്മൾ അറിയുന്നു. ദൈവം മറവ് ചെയ്തു. നോക്ക്, ദൈവം അത്രത്തോളം വാലിഡിറ്റി കൊടുത്തൊരു മനുഷ്യൻ, ദൈവം അത്രത്തോളം വാല്യൂ നൽകിയ ഒരു മനുഷ്യനായി മോശ മാറിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവത്തോടുകൂടെ ഒരു 40 ദിവസം ഇരുന്നതുകൊണ്ടും പിന്നത്തേതിൽ ദൈവത്തോടു കൂടെ കൽപ്പന അനുസരിച്ച് നടന്നതുകൊണ്ടാണ് എന്നുള്ളതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തേ, വ്യത്യസ്തമായ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വരണമെങ്കിൽ, വ്യത്യസ്തമാകുന്ന ഒരു മിനിസ്ട്രി നിങ്ങളിലൂടെ വെളിപ്പെടണമെങ്കിൽ, നിങ്ങളുടെ പ്രയറിലും അസാധാരണമായ മറുപടികൾ വന്ന് നിൽക്കണമെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു ഉയർന്ന അളവിലേക്ക് കടക്കാൻ ഒരു ആഗ്രഹം ആദ്യം നിങ്ങൾക്കുണ്ടാകണം. ഞാൻ പലരോടും പറയാറുണ്ട്, നമുക്കെല്ലാവർക്കും സമ്പത്തിന് വളരെ ആവശ്യമുള്ളവരാണ്. എനിക്കും ആവശ്യമുണ്ട്, നിങ്ങൾക്കും ആവശ്യമുണ്ട്. പക്ഷേ
നമ്മൾ അതിലേക്ക് അങ്ങനെ ഫോക്കസ്ഡ് ആകാറില്ല. ഇതുവരെ നമ്മുടെ മീറ്റിംഗ്, നമ്മുടെ മിനിസ്ട്രി സമ്പത്ത് 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 അങ്ങനൊരു ടീച്ചിങ് ഇതിനകത്ത് നടത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ സാമ്പത്തിക വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ വഴികൾ അടഞ്ഞു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമുക്ക് മിനിസ്ട്രിക്ക് പണം വേണം, നമുക്ക് ജീവിക്കാൻ പണം വേണം. പക്ഷേ നമ്മളെപ്പോഴും ദൈവ സാന്നിധ്യത്തിലേക്കാണ് കൂടുതലും ഈ മീറ്റിംഗ് വ്യക്തികളെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് ഞാൻ ഈ 5-5.5 വർഷം കൊണ്ട് ജനത്തെ പഠിപ്പിക്കുകയും കണക്ട് ചെയ്യിക്കുകയും തിരിക്കുകയും ഒരു ജനത്തെ ദൈവ സാന്നിധ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞ് എനിക്കിതുവരെ ഒരു മനസ്താപം തോന്നിയിട്ടില്ല. എനിക്കിതുവരെ അയ്യോ അത് നഷ്ടമായിപ്പോയി ആ സമയം തോന്നിയിട്ടില്ല. എനിക്കിതുവരെ അങ്ങനെ പഠിപ്പിക്കേണ്ടായിരുന്നു, വേറെ ലെവലിൽ പഠിപ്പിക്കാനുള്ള തോന്നിയിട്ടില്ല. കാര്യം എന്താ? ജനത്തിൻ്റെ സകല വിഷയങ്ങൾക്കുമുള്ള മറുപടി ഞാൻ ഈ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ജനത്തിന് കിട്ടുന്നു. അവർ പറയുന്നു, പാസ്റ്ററെ ഇന്നലത്തെ മീറ്റിങ്ങിൽ ഇങ്ങനെ നടന്നു, ഇന്നലത്തെ മെസ്സേജിന് ശേഷം ഇങ്ങനെ നടന്നു, ആ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇന്ന മേഖലയിൽ ഒരു വിടുതൽ നടന്നു. പിന്നെ ഞാൻ എന്തിന് ഈ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പോയിൻമെന്റ് ലെറ്റർ മെയിലിൽ വരുന്നു. ഈ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്കിൽ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയതായിട്ട് മെസ്സേജ് വരുന്നു. ഈ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉദരത്തിലെ സംഭവങ്ങൾ പൊട്ടി ഛർദ്ദിക്കാൻ വരുന്നു. ഈ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം പ്രാപിക്കും. പിന്നെ ഞാൻ എന്തിനാണ് ഒരു ഡെലിവറൻസിന് വേണ്ടി മാത്രം ഒരു ശുശ്രൂഷ, അല്ലെങ്കിൽ ഹീലിങ്ങിന് വേണ്ടി മാത്രം അങ്ങനെയൊക്കെ ചെയ്യും, നമ്മൾ ചെയ്യുന്നവരുമാണ്. പക്ഷേ ദൈവ സാന്നിധ്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എഫഥ ഇൻ ജീസസ് മിനിസ്ട്രീസ് എന്തിന് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ദീപു കൃഷ്ണ ദൈവ സാന്നിധ്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവ സാന്നിധ്യം ഇല്ലാതെ ഒന്നുമില്ല. ഞാൻ നിങ്ങളോട് ഇന്ന് വൈകുന്നേരം ഒരു സംഭവം, ഞങ്ങളിവിടെ ഫാമിലിയായിട്ട് ടീ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ സംസാരിച്ചു. എൻ്റെ വൈഫിൻ്റെ മദറിന് പരിചയമുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി മരണപ്പെട്ടു. അവരുടെ പേരിൽ, അതായത് മരണപ്പെട്ട ജീവിത പങ്കാളിയുടെ പേരിൽ 40 ലക്ഷം രൂപ ബാങ്കിൽ കിടക്കുന്നു. ഈ ജീവിത പങ്കാളിയെ ഇദ്ദേഹത്തിന് നൽകിയപ്പോൾ അവർക്ക് അന്ന് വിവാഹ സമയത്ത് കൊടുത്ത സ്ത്രീധനം അല്ലെങ്കിൽ ഡൗറി പൊന്നായിട്ട്, സ്വർണമായിട്ട് ഏകദേശം 100 പവന് താഴെ, 100 പവനോളം രൂപ അത് ലോക്കറിലിരിക്കുന്നു. വസ്തുക്കൾ പലതും ഇദ്ദേഹത്തിൻ്റെയും അവരുടെയും ഒക്കെ പേരിൽ പല സ്ഥലത്തായിട്ട് കിടക്കുന്നു. മക്കൾ 2 പേരും വിദേശത്ത് സെറ്റിലായിരിക്കുന്നു. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അവർ 2 പേരും വിദേശ സെറ്റിൽ, അവരെല്ലാ സംവിധാനങ്ങളോടെ അവർ ജീവിക്കുന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വാ കൊണ്ട് പറഞ്ഞു അത്രേ, ഈ 40 ലക്ഷം രൂപ ബാങ്കിൽ കിടന്നിട്ടും, ഈ 100 പവനോളമുള്ള സ്വർണം ലോക്കറിലിരുന്നിട്ടും, ഈ കണ്ണെത്താ ദൂരത്തത്രയും ഭൂമിയും വസ്തുക്കളും എസ്റ്റേറ്റുകളുമായിട്ട് വാങ്ങിയിട്ടിട്ടും എനിക്കിനി എന്തിനാ, അനുഭവിക്കാൻ ആളില്ലല്ലോ. ഈ പണം മാത്രം ഉണ്ട് എനിക്ക് ഒന്നിരുന്ന് സംസാരിക്കാൻ, എനിക്കൊന്ന് എൻ്റെ വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ, എനിക്കൊന്ന് ഒരാശ്വാസം കണ്ടെത്താൻ. എനിക്കൊരു ജീവിത പങ്കാളി ഇല്ലാതെ ഈ പണം, ഈ പൊന്ന്, ഈ വസ്തു എന്തിന്? ശരിയാണ്, ഈ 40 ലക്ഷം രൂപ പ്രയോജനപ്പെട്ടേനെ ഈ പങ്കാളി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അർത്ഥമുണ്ട്. ഈ സ്വർണമൊക്കെ ഇടാമായിരുന്നു ഈ പങ്കാളി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ അവർ മരണപ്പെട്ടു. ഈ വസ്തുക്കളെല്ലാം പോയി നോക്കാൻ ഒരു താല്പര്യം ഉണ്ടായേനെ. വാ, നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കാം. ആ വസ്തു കാട് കയറിയോ പാമ്പ് കയറിയോ, നമുക്ക് പോയി നോക്കാം. ഇപ്പൊ അതൊക്കെ എന്തിന് എന്നുള്ളൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു സുഹൃത്തെ. അർത്ഥം സമ്പത്ത് വേണ്ടെന്നല്ല, അർത്ഥം പണം വേണ്ടെന്നല്ല, വസ്തുക്കൾ വേണ്ടെന്നല്ല. ഇതൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നവന് വസ്തുവകകൾ സമ്മാനമായി തരും എന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വേണം. പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്നവരെ നമ്മൾ വിലയുള്ളതായി കാണണം. അതൊരു പാർട്ട്ണറായിരിക്കാം, അത് മക്കളായിരിക്കാം, അതൊരു വിലയുള്ളതായി കാണണം.
ദൈവത്തിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് മോശയെ തിരഞ്ഞെടുത്തപ്പോൾ മോശ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം ബഹുമാനിച്ചത് കൊണ്ടാണ് തന്നിൽ നിന്നൊരു ഇമ്പാർട്ടേഷൻ മോശയ്ക്ക് കൊടുത്തത്. മനസ്സിലാവുന്നോ? ദൈവം എന്ന് പറയുന്ന ദീപു എന്ന് പറയുന്ന മനുഷ്യനെ തിരഞ്ഞെടുത്തപ്പോൾ എന്നെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്, അല്ല എന്നെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എൻ്റെ മേൽ ഒരു ഇമ്പാർട്ടേഷൻ പകർന്നിട്ട് നീ എൻ്റെ ജനത്തെ പഠിപ്പിക്കാൻ പറയുന്നത്. നിങ്ങളെന്ന് പറയുന്ന മനുഷ്യൻ്റെ മേൽ ദൈവം ഒരു ഇമ്പാർട്ടേഷൻ പകരുന്നത് നിങ്ങളെന്ന വ്യക്തിയെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത്, കൊണ്ട് കളയരുത്, മൂർച്ച കൂട്ടണം. അത് ഇത്, ആ പോരാട്ടം ഈ പോരാട്ടം, ആ അവസ്ഥ ഈ അവസ്ഥ, ആ മുടക്കം ഈ മുടക്കം, ആ കല്യാണം ഈ കല്യാണം, ആ അടിയന്തരം ഈ അടിയന്തരം, ആ പാലുകാച്ച് ഈ പാലുകാച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവ സാന്നിധ്യത്തിനകത്ത് ദൈവത്തിന് കൊടുക്കുന്ന ടൈമിൽ നിന്ന് വേറിട്ട് പോകരുതെന്ന് ഞാൻ നിർബന്ധം പറയുന്നത് അല്ല. ഈ ഒരു എഫദൈൻ ജീസസ് മിനിസ്ട്രീസിനോട് ഞാൻ സംസാരിക്കുന്നത്, ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നവരോട് ഞാൻ നിർബന്ധം പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളെ വിശ്വസിച്ച ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്, നമ്മളെ വിശ്വസിച്ച ദൈവം ഒരു പ്ലാറ്റ്ഫോം കയ്യിൽ തരുന്നത്, നമ്മളെ വിശ്വസിച്ചിട്ട് ഒരു കൂട്ടം ജനത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നത്, അവരോട് നമ്മൾ പ്രതിബദ്ധതയുള്ളവരാകണം. കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യനെ ഓണ്ട് പ്രതിബദ്ധതയില്ലാതെ, കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യനെ സ്നേഹിക്കാതെ, കാണാൻ പറ്റാത്ത ദൈവത്തെ, കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? 40 ദിവസവും എനിക്ക് നന്നായിട്ടറിയാം, ദൈവം മോശയിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. 40 ദിവസം കൊണ്ട് ദൈവത്തിന് മോശ എന്ന് പറയുന്ന മനുഷ്യനെ പഠിക്കാനും ദൈവം കണ്ടിരിക്കുന്ന മറ്റ് 40 ലക്ഷത്തോളം വരുന്ന ജനത്തെ നടത്താനുള്ള കൽപ്പന കൊടുക്കാനും കർത്താവ് ഒരേ സമയമാണ് തിരഞ്ഞെടുത്തത്. കാരണം 40 ദിവസം മോശയ്ക്ക് ദൈവത്തോടുള്ള മനോഭാവം കാണണമെന്ന് പറഞ്ഞു അവസാനം. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക കേട്ടോ. കാണണമെന്ന് പറഞ്ഞു അവസാനം, എനിക്ക് ദൈവത്തെ കാണണം, എനിക്ക് ഇതൊരു ഉയർന്ന ആത്മീയ ദാഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉയർന്ന അളവിലുള്ള അഭിഷേകം വേണോ? ഉയർന്ന ദാഹം ഉണ്ടാവണം. ആദ്യം ഇരിക്കാൻ തയ്യാറായ മനുഷ്യൻ പിന്നെ എഴുന്നേൽക്കാൻ തയ്യാറായി, പിന്നെ ആരാധിക്കാൻ തയ്യാറായി, പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറായി, പിന്നെ കാണണമെന്ന നിലവാരത്തിലേക്ക് ഉയർന്നു. എന്നാൽ ഒരു സാധാരണ വിശ്വാസിയെ, നമ്മളാരും അല്ല, എന്നാൽ ഒരു സാധാരണ വിശ്വാസിയാണെങ്കിൽ ആദ്യം ഇരിക്കാൻ തയ്യാറാകും, പിന്നെ മെല്ലെ കണ്ണടയ്ക്കാൻ തയ്യാറാകും, പിന്നെ മെല്ലെ തൂക്കി അടിക്കാൻ തയ്യാറാകും. എങ്ങനെ അഭിഷേകം വർദ്ധിക്കും? എന്നാൽ ഇവിടെ മോശ എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യം ഇരിക്കാൻ തയ്യാറായി. പിന്നെ ഞാൻ വിചാരിക്കുന്നു ദൈവമാണ് സംസാരിക്കുന്നത്, പിന്നെ ഇരിക്കാൻ പറ്റുകയില്ല, അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ആ മനുഷ്യൻ എഴുന്നേറ്റ് കാണും അവിടെ. പിന്നെ ആ മനുഷ്യൻ പല സമയങ്ങളിലും ദൈവ സാന്നിധ്യത്തിൽ ആരാധിച്ചു കാണും. പിന്നെ പല സമയങ്ങളിലും ആ മനുഷ്യൻ തുള്ളിച്ചാടി കാണും. അവസാനം എനിക്കെന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു മാറ്റം, ഞാൻ എന്തുകൊണ്ട് ഇത്ര ആനന്ദിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ഇത്രയും ജോയിൽ ഞാൻ നിൽക്കുന്നു, ഈ 40 ദിവസം എനിക്ക് വിശപ്പില്ല, ദാഹമില്ല, എനിക്ക് ഒന്നുമില്ല, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ, ഈ സത്യം എന്ത്, ഈ ശക്തി എന്ത്, ഈ അനുഭവം എന്ത്, അതെന്നിൽ പകരുന്ന ദൈവം ഏത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് മോശ ചോദിച്ചത്, അപ്പാ എനിക്ക് അങ്ങയെ ഒന്ന് കാണണം, എനിക്ക് അങ്ങയെ ഒന്ന് കാണണം, യാഹുവേ എനിക്ക് അങ്ങയുടെ മുഖമൊന്ന് കണ്ടാൽ മാത്രം മതി. താഴെ നിൽക്കുന്ന ജനം വേണ്ട, ഫുഡ് വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് അങ്ങയെ ഒന്ന് കാണണം. ഇതാണ് ഉയർന്ന അളവിലുള്ള നമുക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നതിൻ്റെ ലക്ഷണമാണ് വീണ്ടും 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 എന്നൊരു ദാഹമുണ്ടാകുക. എന്ത് വീണ്ടും വീണ്ടും വീണ്ടും? എനിക്ക് വീണ്ടും ആരാധിക്കണം, എനിക്ക് വീണ്ടും പ്രാർത്ഥിക്കണം, എനിക്ക് വീണ്ടും ദൈവവചനം കേൾക്കണം, എനിക്ക് വീണ്ടും കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് വീണ്ടും കമോൺ. ആ നിലയിലുള്ള ഒരു വർധനവ് നമ്മുടെ അകത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളൊരു ഉയർന്ന അഭിഷേകം സ്വീകരിക്കാൻ പ്രാപ്തനായിരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അവിടുന്ന് താഴേക്ക് 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 പലരെയും വലിക്കുന്നത്? നിങ്ങൾ പ്രാപിച്ച അഭിഷേകം പോലും നിങ്ങളിൽ റൺ ചെയ്യാതിരിക്കാം. സങ്കീർത്തനങ്ങളിൽ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഇതുപോലെ തന്നെ ഉയർന്ന അഭിഷേകത്തിന് പാത്രമായത് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തെ ആരാധിച്ച് പാത്രമായൊരു മനുഷ്യനാണ്. 23-ാമത്തെ സങ്കീർത്തനത്തിലേക്കൊന്ന് വന്നേ. 23-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 51-ാം അല്ല 5-ാമത്തെ വാക്യം.
എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ അഭിഷിക്തനായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഫുൾ ടൈം ആരാധന, കിന്നരം വായന, സ്തുതിപ്പ്, തുള്ളിച്ചാട്ടം. ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിച്ച് ദൈവ ഹൃദയത്തിനകത്ത് നിലം മേടിച്ചൊരു മനുഷ്യനാണ് ദാവീദ്. എന്തിനിത്രയും കൂടുതൽ ആരാധിക്കുന്നു, എന്തിനിത്രയും കൂടുതൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, എന്തിനിത്രയും ഒച്ചത്തിൽ സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്തിനിങ്ങനെ തുള്ളിച്ചാടുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഇതേ ഉള്ളൂ: ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. അവരിൽ നിന്നൊക്കെയുള്ള പകർച്ചകളായിരിക്കും. ദാവീദ് തുള്ളിച്ചാടി നൃത്തം ചെയ്തു. പെട്ടകത്തിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം ചെയ്തു കളഞ്ഞു ദാവീദ്. കാരണം സന്തോഷമാണ്, ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ സന്തോഷം. ലിബ്രഡ കൗഷസിയ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മുടെ വീടിനകത്ത് ആരാധനയുടെ സന്തോഷം നിലനിർത്താതെ എൻ്റെ വീട്ടിൽ സന്തോഷം നിലനിൽക്കണമെന്ന് ആരും വാശി പിടിക്കരുത്. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം നിലനിർത്താതെ എൻ്റെ വീട്ടിൽ ദൈവസാന്നിധ്യം നിലനിൽക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. നമ്മുടെ വീട്ടിൽ നമുക്ക് ആരാധിക്കുന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നതിനും മീറ്റിങ്ങും മെസ്സേജും കേൾക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ളവർ കേട്ടാൽ എന്തോ വിചാരിക്കും, ഇപ്പുറത്തുള്ളവർ കേട്ടാൽ എന്തോ വിചാരിക്കും, ഈ ശബ്ദം അവർ കേട്ടാൽ എന്തോ വിചാരിക്കും, ഈ ശബ്ദം ഇവർ കേട്ടാൽ നാണക്കേടല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ദൈവശബ്ദത്തെ സപ്രസ് ചെയ്ത് നിർത്തുന്നവരാണെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം ഉച്ചത്തിൽ സംസാരിക്കണമെന്ന് വാദിക്കരുത്. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ 10,000 ജനം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ വട്ടുപിടിച്ചവനെ പോലെ തുള്ളിച്ചാടുന്നു എന്നാണ് ബൈബിൾ പറഞ്ഞ്. തുള്ളിച്ചാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാര്യം വേറെ ഒന്നുമല്ല, വീണിരിക്കുന്ന എണ്ണയുടെ പ്രത്യേകതയാണ്. എല്ലാവരുടെ മേലും ഇല്ല, പക്ഷെ ചിലരുടെ മേൽ ഭയങ്കരമായിട്ട് ആ തരത്തിലുള്ള എണ്ണ വീണാൽ ഇതുപോലെ ദൈവത്തെ ആരാധിച്ചു കളയും, ദൈവത്തെ സ്തുതിച്ച് കളയും. ഓരോ സ്തുതിപ്പിനകത്തും ദൈവഹൃദയത്തെ സ്പന്ദനങ്ങൾ ആ മനുഷ്യൻ തിരിച്ചറിയും. അത് ഞാനതാ പറഞ്ഞത്, ആരാധിച്ച് ദൈവപ്രസാദം നേടി ദൈവഹൃദയത്തിനകത്ത് സ്വന്തമായിട്ട് നിലം മേടിച്ച മനുഷ്യനാണ് ദാവീദ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉയർന്ന അളവിലുള്ള അഭിഷേകം നമ്മുടെ മേൽ പ്രാപിക്കാൻ നമ്മൾ എന്തോ ചെയ്യണം. 1, നമുക്ക് ആത്മാർത്ഥമായ ഒരു ദാഹം വേണം. 2, ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ളൊരു മനസ്സ് വേണം. 3, ദൈവം ഓരോ സെക്കൻഡിലും എന്നെ വീക്ഷിക്കുന്നു. എൻ്റെ മനസ്സ്, എൻ്റെ താല്പര്യം, എൻ്റെ ചിന്തകൾ, ഇത് ദൈവം വീക്ഷിക്കുന്നു. എനിക്ക് എന്തിനുള്ള ദാഹമാണ് എന്ന് ദൈവം വീക്ഷിക്കുന്നു. ഞാൻ ദൈവത്തെ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്, അത് ഏത് മനോഭാവത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ദൈവം വീക്ഷിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം. ശേഷം ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന നമ്മുടെ മേൽ അസാധാരണമായൊരു പകർച്ചയുണ്ടാകും. മോശ ദൈവത്തിൽ നിന്ന് തേജസ് തൻ്റെ മേൽ പകർന്നത് അറിഞ്ഞതുപോലുമില്ല. പലർക്കും ഞാൻ ആത്മാവിൽ പറയുക കേട്ടോ, പലരും അറിയുന്നില്ല. ഈ വളരെ 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 കംഫർട്ടബിളായിട്ട്, വളരെ കൂളായിട്ട്, ലോ ഫ്രീക്വൻസിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശത്തിനകത്ത് പോലും നിങ്ങളുടെ അകത്തെന്തൊക്കെയോ ചില പരിവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മിൽ പലരും അറിയുന്നില്ല, ഇൻക്ലൂഡിങ് മീ. ഞാനിത് ദൈവത്തിങ്കിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങൾക്ക് ഇത് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഭയങ്കരമാകുന്ന തിരിവുകൾ എൻ്റെ സ്പിരിറ്റ് റിലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല, പക്ഷേ ചില തിരിവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നാഹം. അതുറപ്പായിട്ടും ഒരു കാര്യമാണ്, അത് സാത്താൻ എന്നെ ദൈവമുഖത്തു നിന്ന് തിരിയത്തക്ക നിലയിൽ തലതിരിച്ചു വെച്ചതിനെ തിരിച്ച് റിസ്റ്റോർ ചെയ്യുന്ന ഒരു തിരിവാണ് ദൈവത്തിൻ്റെ സന്നാഹം ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു അസാധാരണ അഭിഷേകത്തിന് നിങ്ങൾ ഉടമയാകാൻ പോവുകയാണ്. ഒരു അസാധാരണമായ അഭിഷേകത്തിന് നിങ്ങൾ ഉടമയാകാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ചാൽ
അവിടെ വിടുതൽ നടക്കുന്ന നിലയിലുള്ളൊരു അഭിഷേകം. നിങ്ങളുടെ വീട്ടിൽ മൂന്നാമതൊരു വ്യക്തി കയറി പ്രാർത്ഥിക്കേണ്ടി വരാതെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കുന്നൊരു അഭിഷേകം. നിങ്ങളെ മൂന്നാമതൊരു വ്യക്തി വന്ന് മധ്യസ്ഥത പറയാതെ നിങ്ങളെ ഇനി കണ്ടാൽ അക്സെപ്റ്റ് ചെയ്യത്തക്ക നിലയിലുള്ള ഒരു അംഗീകാരത്തിൻ്റെ അഭിഷേകം ഇന്നത്തെ ഈ മീറ്റിങ്ങിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളെ ആദരിക്കുന്നൊരു അഭിഷേകം, നിന്നെ തേടി വരുന്ന ഒരഭിഷേകം, നിന്നെ ദൈവത്തിന് വേണ്ടി അതിശക്തമായി വിശാലമായി ഉപയോഗിക്കുന്ന ഒരഭിഷേകം ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിനകത്ത് വെളിപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്, അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ആ ദൈവമക്കളെല്ലാവരും ആ ഒരു ഉയർന്ന അഭിഷേകത്തിന് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കട്ടെ. ഉയർന്ന അഭിഷേകത്തിന് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കട്ടെ. ഉയർന്ന അഭിഷേകത്തിന് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കട്ടെ. ഒരു ഉയർന്ന അഭിഷേകം ഇന്ന് രാത്രി ഇന്ന് പകലിൽ ഈ പ്ലാറ്റ്ഫോമിൽ വീഴുമ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സമയം ആരുടെയൊക്കെയോ മേൽ നിന്ന് മാറി, ആരെയൊക്കെയോ മറികടന്ന് നിങ്ങളിലേക്ക് തേടി വരുന്ന ഒരഭിഷേകം, ആരുടെയൊക്കെയോ മേൽ വീഴാതെ നിങ്ങളെ തേടി വരുന്ന ഒരഭിഷേകം, ആരുടെയും മേൽ പകരാതെ. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ വളരെ സാധാരണ നിലയിൽ നിന്നാണ് ദൈവം തിരഞ്ഞെടുത്തത്. കാട് എന്ന അവസ്ഥയിൽ നിന്ന്, കാട് എന്ന പ്രിമിസസിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് രാജാവായി അഭിഷേകം ചെയ്തതുപോലെ വളരെ സാധാരണ നിലയിൽ ജീവിക്കുന്ന നിങ്ങളെ, വളരെ സാധാരണക്കാരനായ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തു വ്യത്യസ്തമാകുന്ന പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് അഭിഷേകം ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ വിശ്വസിക്കുന്നവന്റെ മേൽ ആ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ദൈവിക അഭിഷേകം ഇപ്പോൾ വ്യാപരിച്ചു തുടങ്ങട്ടെ. പ്രാർത്ഥിച്ചോ. എന്റെ ദൈവമേ ഈ സെക്കൻഡിൽ എന്നെ ഒന്ന് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ ഈ സെക്കൻഡിൽ എന്നെ ഒന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ ഈ സെക്കൻഡിൽ എന്റെ മേലൊരു അഭിഷേകത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു അഭിഷേകത്തെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ സെക്കൻഡിൽ അത് റിസീവ് ചെയ്യാൻ വേണ്ടി സമർപ്പിച്ചേ. The glory Limasilozi Shikrada mana litrima fire Legridima grudavana hantalima katoro. കർത്താവേ, ഓരോ ജനത്തെയും ഈ സെക്കൻഡ് പരിശുദ്ധാത്മാവ് നിഴലിടട്ടെ. ഒരസാധാരണമായ അഭിഷേകത്തിന്റെ തീവരുടെ മേൽ പിടിക്കട്ടെ. Ligridima Shenklima Tobredia Kanaman Terrafana Egredima Siluria Kridimi Sankludumo Rambredima Sablia Fadu. Come on, ലെബ്രിറ്റിസിയോ ഏതൊക്കെയോ വ്യക്തികളിലേക്ക് വളരെ ഡീപ്പായ ഒരു പ്രസൻസ്, ഷാർപ്പായ ഒരു പ്രസൻസ് ഈ സെക്കൻഡിൽ ദൈവാത്മാവ് റിലീസ് ചെയ്യുകയാണ്. വളരെ ഷാർപ്പായ ഒരു പ്രസൻസ്, ഭയങ്കര ഷാർപ്പായ ഒരു പ്രസൻസ്. ചിലരിലേക്ക് ഇങ്ങനെ മൂർച്ചയുള്ള മുനമ്പുള്ള എന്തോ ഒന്ന് തുളച്ചിറങ്ങുന്ന ഒരു കാഴ്ച എനിക്ക് കാണാം. എന്തോ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഉണ്ടായിരുന്നിട്ട് നഷ്ടപ്പെട്ടു പോയത് ഇൻസ്റ്റോൾ ചെയ്യുകയാണ്. പ്രാർത്ഥിച്ചേ, ഓരോ ദൈവമക്കളും പ്രാർത്ഥിച്ചേ, ഓരോരുത്തരും പ്രാർത്ഥിച്ചേ. നിങ്ങൾ എവിടെ ഇരിക്കുന്നോ നിങ്ങൾ എഴുന്നേറ്റ് ആരാധിക്കണം. നിങ്ങൾ എഴുന്നേറ്റ് ആരാധിക്കുക. നിങ്ങൾ എഴുന്നേറ്റ് സ്വീകരിക്കണം. എഴുന്നേറ്റ് സ്വീകരിക്കുക. ദൈവ സാന്നിധ്യമേ, ദൈവ സാന്നിധ്യമേ, ദൈവ സാന്നിധ്യമേ, ദൈവ സാന്നിധ്യമേ, എന്റെ യേശു വലിയവൻ,
അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ എന്റെ യേശു വലിയവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അഭിഷേകം പകരുന്നവൻ, പുതുശക്തി നൽകുന്നവൻ, പുതുമനുഷ്യനാക്കിയിടുമവൻ. യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല. എന്റെ യേശു വലിയവൻ. പറഞ്ഞേ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. വായിക്കൊണ്ട് പറഞ്ഞേ, അഭിഷേകം പകരുമവൻ. അങ്ങേ പോലെ ആരുമില്ല, യേശുവേ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. മോശയുടെ ജീവിതത്തിൽ മോശ സമയം ചെലവിട്ടതിൽ, ആ മനുഷ്യൻ പഠിച്ചതിൽ, ആ മനുഷ്യൻ സഹവസിച്ചവരിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ദൈവവുമായിരുന്നപ്പോഴുണ്ടായ അനുഭവം. വ്യത്യസ്തനാകുന്ന ദൈവത്തോടു കൂടെ ആ മനുഷ്യൻ ഇരിക്കാൻ തീരുമാനമെടുത്തതാണ് മോശ എന്ന് പറയുന്ന മനുഷ്യനെ വ്യത്യസ്തനാക്കിയത്. അതുപോലെ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ എപ്പോഴാണോ എന്നാണോ കേൾക്കുന്നേ, ഈ സെക്കൻഡ് മുതൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ ഇനി മുതൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന്. അവിടുത്തെ ഹിതം പോലെ, ഇഷ്ടം പോലെ ഞാൻ എന്നെ തന്നെ ഈ സെക്കൻഡിൽ രൂപാന്തരപ്പെടുത്തുകയാണെന്ന്, ഞാൻ എന്നെ തിരിക്കുകയാണെന്ന് നിങ്ങളൊരു തീരുമാനം എടുത്താൽ നിങ്ങൾ വ്യത്യസ്തമാകുന്ന അഭിഷേകത്തിന് ഉടമയായി മാറും. സംശയമില്ല, തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു പുതിയ അഭിഷേകത്തിന്. പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഒരു വ്യത്യസ്തമാകുന്നൊരഭിഷേകം, ഒരു പുതിയ ഒരഭിഷേകം. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന, വനത്തിൻ്റെ തോലുരിക്കുന്ന ദൈവത്തിങ്കൽ നിന്ന് ശക്തിയുടെ ഒരഭിഷേകം, പ്രവൃത്തിയുടെ ഒരഭിഷേകം, സ്നേഹത്തിൻ്റെ ഒരഭിഷേകം, നിലനിൽപ്പിൻ്റെ ഒരഭിഷേകം, ഉയർച്ചയുടെ ഒരഭിഷേകം ഈ സെക്കൻഡിൽ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവ മക്കളിലേക്കും അത് ഇപ്പോൾ തന്നെ അത് റിലീസാകട്ടെ. എല്ലാ അഭിഷേകത്തിന്റെ ചോർച്ചകളും അടയട്ടെ. എല്ലാ അഭിഷേകത്തിനെതിരെയുള്ള വെല്ലുവിളികളും ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുകയാണ്. Release now. Librede condoli gredi mahanta. Shay gredi makoria siandargonia. In the mighty name of Jesus. എല്ലാ അഭിഷേകത്തിനെതിരെയുള്ള വെല്ലുവിളികളും, എല്ലാ അഭിഷേകത്തെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥകൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ക്രഷ് ചെയ്ത് അതിന്മേലൊരു ദൈവിക വിടുതൽ റിലീസ് ചെയ്യുകയാണ്. ലിഗേറ്റോഗോ സബ്രേനിയാൻ ടെൽകോറിയാൻ തലബ. എല്ലാ മാനവും, എല്ലാ മഹത്വവും, എല്ലാ ആരാധനയും, എല്ലാ പുകഴ്ചയും, എല്ലാ ബഹുമാനവും ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നു. മഷിഹ, in the name of Jesus. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. പിതാവേ,
ഈ ജനത്തെ ഞാൻ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ഇവരുടെ എല്ലാ അവസ്ഥകളുടെ മേലും പ്രാർത്ഥനയുടെ മേലും ഒരു വലിയ വിടുതലും വ്യത്യാസവും ഉണ്ടാകുമാറാകട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സകലത്തിലും അനുഗ്രഹിക്കട്ടെ. പരമാവധി ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ എല്ലാ ദിവസത്തെയും കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടെസ്റ്റിമണീസ്, നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങൾ ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.